ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊന്നുമില്ല, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ മുട്ട പൊരിക്കുക അല്ലെങ്കിൽ ഇതിൽ മുട്ട ഒഴിച്ച ശേഷം പൊരിച്ചെടുക്കുക, അങ്ങനെയൊക്കെ പലതും കണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെയല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ചില സമയം നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ അടിയിൽ ഇഡ്ഡലിച്ചെമ്പിൽ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ 3 മുട്ട എടുക്കുന്നത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര അളവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി വെക്കുന്ന മരത്തിൽ നമ്മളതൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട വെന്ത് പുഴുങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം. അതിന് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണോ ആ ഒരു ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല ഒന്ന് മിക്സ് ആവാനായിട്ടുള്ള നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം മുട്ട ഇനി നമുക്ക് പുഴുങ്ങിയെടുത്തിട്ട് മസാല അതിൽ പിടിപ്പിച്ചെടുക്കാം. അപ്പം മുട്ടയെല്ലാം പുഴുങ്ങിയ ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല നമുക്കിതിൽ പിടിപ്പിക്കാം. നമ്മളിങ്ങനെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് ചോറിനാണെങ്കിൽ ഏറ്റവും നല്ല സാധനം, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഇതാണ്. മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിക്കും ഇത്. അങ്ങനെയൊരു സംഭവം ഇതുണ്ട്. ഇതെല്ലാം കൂടി ഞാനൊന്ന് മസാല പിടിപ്പിക്കട്ടെ. അപ്പം നമ്മളിതെല്ലാം മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഫ്രൈ പാനിൽ. നമുക്കിനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കമഴ്ത്തി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഫ്രൈ ആവുമ്പോൾ തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് സെറ്റ് ആവുള്ളൂ. അപ്പം ഞാനിതെല്ലാം ഇട്ട് കൊടുത്ത് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. ആ മസാല എണ്ണ ചൂടായപ്പോൾ ആ മസാലയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. കമഴ്ത്തി ഫസ്റ്റ് ഇടുക. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ടയ്ക്ക് ഓൾറെഡി ബോയിൽഡ് ആയ മുട്ടയാണ്. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഒന്ന് തിരിച്ചിടാം. കണ്ടോ? ആ മസാല അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് ചൂടാവുമ്പോൾ മസാല മുട്ടയായിട്ട് പറ്റിപ്പിടിക്കും. കണ്ടല്ലേ? ചോറിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മുട്ട പുഴുങ്ങുന്ന ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമ്മുടെ മുട്ട ഓൾറെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ? ഇങ്ങനെ 2 സൈഡും ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ മാത്രം മതി. വേറെ അധികം കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആ മുളക് പൊടിയും ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായി മുട്ടയിൽ പിടിക്കുന്ന സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഇത് 2-3-4 മിനിറ്റിൽ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് കണ്ടല്ലോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും എല്ലാത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയവർക്കും എല്ലാം പറ്റുന്നൊരിതാണ്. ഇതും ഒരു ചാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ്. പുഴുങ്ങിയെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചില സമയം ചിലവർ ഉണ്ടാക്കുന്നതിനായിരിക്കും. ഓക്കെ, അടുത്ത നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു.